വള്ളുവള്ളി കൂനമ്മാവ് ഇന്ദിരാജി കാരുണ്യ ചികിത്സാ സഹായ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ യുദ്ധഭീകരവിരുദ്ധ സദസ്സ് വള്ളുവള്ളി കടുവാകുളത്ത് സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധിച്ചു. അഡ്വക്കേറ്റ് ടി.ആർ. രാമനാഥൻ ഉദ്ഘാടനം ചെയ്തു. സംഘം പ്രസിഡന്റ് കെ.എ. അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. എ.ഒ. ആൻഡപ്പൻ സ്വാഗതവും എം.എച്ച്. അബ്ദുൽ സലാം നന്ദിയും പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെസി ലാലു, പഞ്ചായത്ത് അംഗങ്ങളായ പൗലോസ് പുളിക്കൽ, വർഗീസ് തൈപ്പറമ്പിൽ, അനു സുനിൽ, അനില വേണു, രഞ്ജിത രാജു, അജ്മൽ ഖാൻ, ഷൈനി പൗലോസ്, ഷീജ ബാബു എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു. ബേസിൽ ഇലഞ്ഞിക്കൽ, മാർട്ടിൻ വാഴ്വേലി, ആന്റണി പുതുശ്ശേരി, പി കെ ബാലൻ മാസ്റ്റർ, വനജ അശോകൻ, ബിനോയ് പുതുശ്ശേരി, അശോക് കുമാർ, ഷാജു മാളോത്ത് എന്നിവർ നേതൃത്വം നൽകി. നമ്മൾ ഓരോന്ന് സംസാരിക്കുമ്പോഴും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം റെലവൻ്റ് ആകുക. അപ്പോൾ എല്ലാ തരത്തിലും ഇപ്പോൾ സുഖവും അതുപോലെ സ്നേഹവും അനിവാര്യമായിട്ടുള്ള രണ്ട് ഘടകങ്ങളാണ്. ലോകാസമസ്ത സുഖിനോ ഭവന്തു, അത്തരത്തിലുള്ളൊരു ആഹ്വാനം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു സിനിമാഗാനം. പക്ഷേ മനുഷ്യനും മനുഷ്യജീവനും വിലയില്ലാത്തൊരു കാലഘട്ടത്തിൽ ഇന്ദിരാജി കാരുണ്യ ഫൗണ്ടേഷൻ എപ്പോൾ വിളിച്ചാലും ഞാൻ ഓടിയെത്തുമെന്ന് പറയാൻ കാരണം 76, 77, 78 കാലഘട്ടത്തിലെല്ലാം തന്നെ ഇത്രമാത്രം ഞാൻ സ്നേഹിച്ചിട്ടുള്ള രാഷ്ട്രീയ നേതാവ് വേറെയില്ല ഇപ്പോഴും. കാരണം ഗർജിക്കുന്ന പെൺസിംഹം എന്ന് അവരെ പറയാം. പലപ്പോഴും നമുക്ക് തോന്നും പാകിസ്ഥാനെ 2 കഷ്ണമാക്കി ബംഗ്ലാദേശിന് വേറൊരു മുക്തി കൊടുത്തത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ന്യായയുക്തമായിട്ടുള്ള പല കാര്യങ്ങളും ആ സന്ദർഭത്തിൽ ചിന്തിക്കാനുണ്ട്. ഇന്നിവിടെ നടക്കുന്ന ഈ പരിപാടി എന്തുകൊണ്ടും അർഹപ്പെട്ടതാണ്. കാരണം യുദ്ധം ഒന്നുകൂടി മുങ്ങിയിരിക്കണം, വളരെ ക്ഷേമമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇതൊരു അസൂയ കുശുമ്പു എന്ന് പോലെയാണ് ഈ യുദ്ധം നടക്കുന്നത്. ആരെ അടിച്ചിരുത്തണം. രാഷ്ട്രങ്ങൾക്കൊക്കെ ഒരുപാട് സ്വാധീനമൊക്കെ ഉണ്ടാവും, ഒരുപാട് കഴിവുണ്ടാവും, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. എങ്കിൽ പോലും ഇത് ആർക്ക് വേണ്ടിയാണ്? ജനങ്ങൾക്ക് വേണ്ടിയാണ്. എണ്ണ കൊണ്ട് ഏറ്റവും കഴിവെച്ചിട്ടാണ് നമ്മുടെ അമേരിക്ക ഉൾപ്പെടെയുള്ള ആൾക്കാർ നിൽക്കുന്നത്. അവർക്ക് കൂട്ടത്തിന് വേണ്ടിയാണ്. അവരുടെ ഒരു കാര്യങ്ങൾക്ക് നടക്കണം. അവർക്കൊരു ആയുധം വിറ്റ് കാശുണ്ടാക്കണം. ഇപ്പൊ ഇന്ന് പറഞ്ഞിട്ടത് അവിടെ 53 കുട്ടികളെ കൊലച്ച് അത് ഇതാൽ തന്നെയാണ് ഇപ്പൊ അമേരിക്ക പറഞ്ഞത്. ദേശസ്നേഹമുള്ള സംഘടനകൾക്ക് ആ കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലാക്കി ഒരു ബോധവൽക്കരണവും നമ്മുടെ പ്രതിഷേധവും നമ്മൾ അനങ്ങാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയുള്ള വികാരങ്ങൾ നമ്മൾ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും നമുക്ക് ഇന്ദിരാജി കാരുണ്യ ചികിത്സാ സഹായ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ലക്ഷ്യം സാധാരണ നിർധനരായ രോഗികളെ കഴിയുന്നതും സഹായിക്കുക.